ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീസ്റ്റാർട്ട്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 5 മുതൽ 10 വരെയുള്ള SCRTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രകാശ പ്രതിഭാസങ്ങൾ എന്നാണ് ടോപ്പിക് കേട്ടോ. PSC പരീക്ഷകളിൽ പലതവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാന ടോപ്പിക്കാണ് മഴവില്ല് എങ്ങനെ രൂപപ്പെടുന്നു, വിബ്ജിയോർ എന്താണ്, ന്യൂട്ടൻ്റെ പ്രിസം പരീക്ഷണം തുടങ്ങിയ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇന്ന് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വയ്ക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസം എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപതനം, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കാണുന്നത് പ്രതിപതനം മൂലമാണ്, റിഫ്ലക്ഷൻ കാരണമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നത് എന്താണ്? റെഗുലർ റിഫ്ലക്ഷൻ ആണ് കേട്ടോ. അതായത് ക്രമപ്രതിപതനമാണ്. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നത് എന്ത് പ്രതിഭാസമാണ്? ക്രമപ്രതിപതനമാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങൾ എന്തൊക്കെയാണ്? ദർപ്പണങ്ങൾ അല്ലേ, മിറേഴ്സാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങൾ എന്ന് പറയുന്നത്. ദർപ്പണങ്ങൾക്ക് വളരെ മിനുസമുള്ള പ്രതലമുണ്ട്, അതുകൊണ്ട് തന്നെ അവയിൽ പതിക്കുന്ന പ്രകാശം ക്രമമായി പ്രതിപദിക്കുകയും അതുപോലെ വ്യക്തമായ പ്രതിബിംബം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സമതല ദർപ്പണം, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം എന്നിവയൊക്കെ ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്ന പ്രതിഭാസം എന്താണ്? ക്രമരഹിതമായിട്ടാണ് കേട്ടോ. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് വിസരിത പ്രതിഭാസം, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പരുവരുത്ത പ്രതലങ്ങളിൽ പതിക്കുന്ന പ്രകാശം പല ദിശകളിലേക്കായിട്ട് ചിതറിപ്പോകാറുണ്ട്, അതിനാൽ വ്യക്തമായ പ്രതിബിംബം ലഭിക്കില്ല. ഇതിനെ വിസരിത പ്രതിപതനം എന്നാണ് പറയുന്നത്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപദിച്ച് കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം എന്ത് കാണുന്നത്? ഒരു വസ്തുവിനെ കാണുന്നത്. ഒരു വസ്തുവിൽ നിന്ന് പ്രതിപദിച്ച പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് ആ വസ്തുവിനെ കാണാൻ കഴിയുന്നതും. പ്രകാശമില്ലെങ്കിൽ വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. പ്രകാശമില്ലെങ്കിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്തതും കേട്ടോ. അടുത്തത്, ദർപ്പണത്തിലേക്ക് പതിക്കുന്ന രശ്മി എന്താണ്? ദർപ്പണത്തിലേക്ക് പതിക്കുന്ന രശ്മിയാണ് പതനകിരണം, അതായത് ഇൻസിഡൻ്റ് റേ എന്ന് പറയുന്നത്. ദർപ്പണത്തിലേക്ക് പതിക്കുന്ന രശ്മികൾ എന്താണ്? പതനകിരണമാണ്. ദർപ്പണത്തിലേക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതലത്തിലേക്കോ ആദ്യം എത്തുന്ന പ്രകാശകിരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പതനകിരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മികൾ എന്താണ്? പ്രതിപതന കിരണമാണ് കേട്ടോ. ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശകിരണമാണ് റിഫ്ലക്റ്റഡ് റേ, അതായത് പ്രതിപതന കിരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതനബിന്ദുവിൽ നിർമ്മിച്ച് വരയ്ക്കുന്ന രേഖ എന്താണ്? അതാണ് ലംബം കേട്ടോ. ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതനബിന്ദുവിൽ നിർമ്മിച്ച് വരയ്ക്കുന്ന രേഖയാണ് ലംബം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോൺ ഏതാണ്? പതനകോണാണ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. അങ്ങനെയെങ്കിൽ ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോൺ ഏതാണ്? അത് പ്രതിപതന കോണാണ് കേട്ടോ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോണ്. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനകോൺ. അടുത്ത ക്വസ്റ്റ്യൻ, പതനകോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധം എന്താണ്? പതനകോണും പ്രതിപതന കോണും തമ്മിലുള്ള ബന്ധമാണ് രണ്ടിൻ്റെയും അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും. ഇത് പ്രതിപതന നിയമങ്ങളിലെ പ്രധാന നിയമമാണ് കേട്ടോ. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സമതല ദർപ്പണങ്ങളിലെ പ്രതിബിംബങ്ങളിൽ വലതുഭാഗം ഇടതുഭാഗമായും ഇടതുഭാഗം വലതുഭാഗമായും കാണപ്പെടുന്ന പ്രതിഭാസം എന്താണ്? അത് പാർശ്വവിപര്യമാണ് കേട്ടോ. ലിറ്ററൽ ഇൻവേർഷനാണ്. പാർശ്വവിപര്യം, അതായത് സമതല ദർപ്പണങ്ങളിലെ പ്രതിബിംബത്തിൽ ഇടതും വലതും പരസ്പരം എന്താവും? മാറി കാണപ്പെടുന്നു. ഓക്കെ,
അടുത്തത് പ്രകാശകിരണം ലംബത്തിലേക്ക് നിർമ്മിച്ച ദർപ്പണം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്? കോൺകേവ് മിററാണ് കേട്ടോ, ആതല ദർപ്പണം എന്ന് പറയുന്നത്. പ്രതിപതന പ്രതലം അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് മിറർ. പ്രകാശകിരണം ലംബത്തിലേക്ക് നിർമ്മിച്ച ദർപ്പണം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺകേവ് ദർപ്പണമാണ്. ഇനി പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായ ദർപ്പണം ഏതാണ്? പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായതും അതുപോലെ തന്നെ പരന്നതുമായിട്ടുള്ള ദർപ്പണമാണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞ ദർപ്പണം ഏതാണ്? അത് കോൺവെക്സ് ആണ് കേട്ടോ. ഉള്ളിലേക്കാണെങ്കിൽ കോൺകേവ് ആണ്, പുറത്തേക്ക് വളഞ്ഞതാണെങ്കിൽ അത് കോൺവെക്സ് ദർപ്പണമാണ്. ഓക്കെ. ഇനി പ്രതിപതിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞത് നമ്മൾ പറഞ്ഞു കോൺകേവ് ദർപ്പണമാണ്. അടുത്തത് കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും ചേർന്ന് അറിയപ്പെടുന്നത് എന്താണ്? കോൺവെക്സും കോൺകേവ് ദർപ്പണവും ചേർന്നാൽ അറിയപ്പെടുന്ന ദർപ്പണമാണ് ഗോളീയ ദർപ്പണം കേട്ടോ. ഗോളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നിർമ്മിച്ച ദർപ്പണങ്ങളായതിനാൽ ഇവയെ ഗോളീയ ദർപ്പണങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്തത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബം ഏതാണ്? അതാണ് യഥാർത്ഥ പ്രതിബിംബം അഥവാ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം, റിയൽ ഇമേജ് കേട്ടോ. പ്രകാശകിരണങ്ങൾ യഥാർത്ഥത്തിൽ സംഗമിച്ച് രൂപപ്പെടുന്ന പ്രതിബിംബമാണ് ഇത്. ഇനി സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബമാണ് വെർച്വൽ ഇമേജ് എന്ന് അഥവാ മായാ പ്രതിബിംബം എന്ന് പറയുന്നത് കേട്ടോ. പതിപ്പിക്കാൻ കഴിയാത്തത്, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതാണ് വെർച്വൽ ഇമേജ്. ഓക്കെ. അതായത് പ്രകാശകിരണങ്ങൾ യഥാർത്ഥത്തിൽ സംഗമിക്കാതെ ഉണ്ടാകുന്ന പ്രതിബിംബമാണ് വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്ന ദർപ്പണം ഏത്? യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. വസ്തുവിൻ്റെ സ്ഥാനത്തെ ആശ്രയിച്ച് കോൺകേവ് ദർപ്പണം യഥാർത്ഥ പ്രതിബിംബം സൃഷ്ടിക്കും. അടുത്തത് വാഹനങ്ങളുടെ റിയൽ വ്യൂ മിററിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് കേട്ടോ. വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. വിശാലമായ ദൃശ്യപരിധി ലഭിക്കുന്നതിനാലാണ് റിയർ വ്യൂ മിററിൽ ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത് ഷേവിംഗ് മിറർ, ഡെൻറ്റിസ്റ്റിൻ്റെ മിറർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? അത് കോൺകേവ് ദർപ്പണമാണ് കേട്ടോ. ഷേവിംഗ് മിററിലും അതുപോലെ തന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ മിററിലും ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. അതായത് വലിയതും വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നതിനാൽ ഇവയിൽ കോൺകേവ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മുഖം നോക്കാൻ കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? നമ്മൾ പഠിച്ചതാണ് സമതല ദർപ്പണമാണ് കേട്ടോ. മുഖം നോക്കാനും കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമതല ദർപ്പണം വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലുള്ള മായാ പ്രതിബിംബം നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖം നോക്കാനും കാലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലൊക്കെ സമതല ദർപ്പണം ഉപയോഗിക്കുന്നത്. അടുത്തത് വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം കേട്ടോ. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത്. കോൺവെക്സ് ദർപ്പണം എപ്പോഴും ചെറുതും നേരായതുമായ പ്രതിബിംബമാണ് നൽകുന്നത്. അടുത്തത് വസ്തുക്കളുടെ വലിയ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. വസ്തുവിനെ ഫോക്കസിനുള്ളിൽ വയ്ക്കുമ്പോൾ വലിയ പ്രതിബിംബം ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. അടുത്തത് വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത് കേട്ടോ. സമതല ദർപ്പണം വസ്തുവിൻ്റെ അതേ വലുപ്പത്തിലുള്ള പ്രതിബിംബം സൃഷ്ടിക്കുന്നു. വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? അത് സമതല ദർപ്പണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്ത സാന്ദ്രതയുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസം ഏതാണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്ത സാന്ദ്രതയുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിനെന്ത് സംഭവിക്കുന്നുണ്ട്? വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ചോദിക്കുന്നത്. ആൻസർ അപവർത്തനമാണ് കേട്ടോ, റിഫ്രാക്ഷൻ ആണ്. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത മാറുന്നതിനാൽ അതിൻ്റെ ദിശയും മാറും. ഇതാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അപവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത മാറുന്നതിനാൽ അതിൻ്റെ ദിശയും മാറുന്നു. ഇതാണ് അപവർത്തനം, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. മധ്യത്തിൽ കനം കൂടിയതും
വക്കുകളിൽ കനം കുറഞ്ഞതുമായ ലെൻസ് ഏത്? മധ്യത്തിൽ കനം കൂടിയതും വക്കുകളിൽ കനം കുറഞ്ഞതുമായിട്ടുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ് കേട്ടോ. കോൺവെക്സ് ലെൻസിൻ്റെ മധ്യഭാഗം കട്ടിയുള്ളതും അരികുകൾ നേർത്തതുമാണ്. ഇത് പ്രകാശകിരണങ്ങളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അതിനാൽ ഇതിനെ കൺവേർജിങ് ലെൻസ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, കോൺവെക്സ് ലെൻസിൻ്റെ മറ്റൊരു പേരാണ് കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. അടുത്തത്, മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകളിൽ കനം കൂടിയതുമായ ലെൻസാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിൻ്റെ മധ്യഭാഗം എങ്ങനെയാണ്? നേർത്തതും അരികുകൾ കട്ടിയുള്ളതുമാണ്. ഇത് പ്രകാശകിരണങ്ങളെ പരസ്പരം അകറ്റുന്നതിനാൽ ഇവയെ ഡൈവേർജിങ് ലെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ മറ്റൊരു പേരാണ് ഡൈവേർജിങ് ലെൻസ് എന്ന് പറയുന്നത്. കോൺവെക്സിൻ്റെ മറ്റൊരു പേരോ കൺവേർജിങ് ആണ് കേട്ടോ. അടുത്തത് നോട്ട് ചെയ്ത് വെച്ചോളൂ. കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അടുത്തു വരുന്നു. കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം എന്ത് ചെയ്യുന്നു? അടുത്തു വരുന്നു, കൺവേർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. കോൺവെക്സ് ലെൻസ് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ ഒരു ഫോക്കസ് ബിന്ദുവിൽ കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? കൺവേർജിങ് ലെൻസ് എന്നും കൂടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അകന്നു പോകുന്നു. കോൺവെക്സ് ആണെങ്കിൽ പരസ്പരം അടുത്തു വരുന്നു, കോൺകേവ് ആണെങ്കിൽ പ്രകാശരശ്മികൾ പരസ്പരം അകന്നു പോകുന്നു. കോൺകേവ് ലെൻസ് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികളെ പുറത്തേക്ക് ചിതറിക്കുന്നു. അതിനാൽ ഇതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇതിനെ ഡൈവേർജിങ് ലെൻസും എന്നുകൂടെ പറയുന്നത് കേട്ടോ. അടുത്തത്, ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസാണ് കേട്ടോ. ഹാൻഡ് ലെൻസ്, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, ചോദിച്ചിട്ടുണ്ട്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ് കേട്ടോ. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രകീർണനം ഉണ്ടാകുന്നത്? ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത് കേട്ടോ. മഴവില്ലുണ്ടാകുന്നതിന് കാരണവും എന്ത് തന്നെയാണ്? പ്രകീർണനം തന്നെയാണ് കേട്ടോ. മഴവില്ലിൽ എത്ര നിറമുണ്ട്? എത്ര ഉണ്ട്? 7 ഉണ്ട് അല്ലേ. ഏതൊക്കെയാണത്? ഓർഡറായിട്ട് പറയാം. വിബ്ജിയോർ എന്നാണ് നമ്മൾ ഓർത്ത് വയ്ക്കാനായിട്ട് വിബ്ജിയോർ എന്ന് പറയാറില്ലേ. വയലറ്റ്, ഇൻഡിഗോ, പിന്നെ നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തത്, മഴവില്ലിലെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന നിറം ഏതാണ്? ചുവപ്പാണ് കേട്ടോ. റെഡാണ് ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന നിറം എന്ന് പറയുന്നത്. ചുവപ്പ് നിറത്തിന് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ളതിനാലാണ് അത് പുറത്തായിട്ട് കാണപ്പെടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മഴവില്ലിലെ ഏറ്റവും അകത്ത് കാണപ്പെടുന്ന നിറം ഏതാണ്? വയലറ്റ് ആണ് കേട്ടോ. വയലറ്റിന് ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ളത് കൊണ്ടാണ് അത് അകത്തായിട്ട് കാണപ്പെടുന്നത്. അടുത്തത്, മഴവില്ലിന് കാരണമാകുന്ന പ്രകൃതിദത്ത പ്രിസം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മഴത്തുള്ളികളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വെളുത്ത പ്രകാശം 7 നിറങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐസക് ന്യൂട്ടൻ ആണ് കേട്ടോ. ന്യൂട്ടൻ പ്രിസം പരീക്ഷണത്തിലൂടെയാണ് വെളുത്ത പ്രകാശത്തിൻ്റെ സ്വഭാവം വിശദീകരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ നോട്ട് ചെയ്തോളൂ. വെളുത്ത പ്രകാശം 7 നിറങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് വർണ്ണവിക്ഷേപണം കേട്ടോ. ഓരോ നിറത്തിനും വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ളതിനാൽ അവ വ്യത്യസ്ത അളവിൽ അപവർത്തനം ചെയ്യപ്പെടുകയും വേർപെടുകയും ചെയ്യുന്നു. അപ്പോൾ വെളുത്ത പ്രകാശം 7 നിറങ്ങളായി പിരിയുന്ന പ്രതിഭാസം ഏതാണ്? വർണ്ണവിക്ഷേപണമാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ വെളുത്ത പ്രകാശം 7 നിറങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നിറങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ. നോട്ട് ചെയ്തോളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കൃത്രിമമായി മഴവില്ല് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്രിസമാണ് കേട്ടോ. പ്രിസത്തിലൂടെ വെളുത്ത പ്രകാശം കടത്തിവിട്ടാൽ അത് 7 നിറങ്ങളായി പിരിയും. അപ്പം കൃത്രിമമായിട്ട് മഴവില്ല് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പ്രിസമാണ്. മഴവില്ല് കാണപ്പെടുന്നത് ഏത് ഭാഗത്താണ്? സൂര്യന് എതിർവശത്താണ് മഴവില്ല് കാണപ്പെടുന്നത് കേട്ടോ. ഇനി വിബ്ജിയോർ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ക്ലിയർ അല്ലേ?
ഓക്കെ, ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും സൂര്യൻ ചുവപ്പായി കാണപ്പെടാൻ കാരണം എന്താണ്? പ്രകാശത്തിലെ പ്രകീർണനമാണ് കേട്ടോ. നീലപ്രകാശം കൂടുതൽ ചിതറിപ്പോകുകയും ചുവപ്പിന് തരംഗദൈർഘ്യം എങ്ങനെയാണ്? കൂടുതലാണ്. ചുവപ്പ് പ്രകാശം നമ്മുടെ കണ്ണിലെത്തുകയും ചെയ്യുന്നതിനാലാണ് സൂര്യൻ ചുവപ്പായിട്ട് കാണപ്പെടുന്നത്. ദെൻ പ്രകാശം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. പ്രകാശം വൈദ്യുതകാന്തിക തരംഗമായതിനാൽ ശൂന്യതയിലൂടെയും സഞ്ചരിക്കാൻ കഴിയും. അടുത്തത്, പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ. ശൂന്യതയിലെ പ്രകാശ വേഗത ഏകദേശം സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 45-46 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ, കമൻറ്റ് ഇട്ടാൽ മതി. ദെൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.